ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 6 പച്ചമുളക് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 6 പച്ചമുളക്, ഒരു 3 തക്കാളി അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മല്ലിയില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 2-3 സ്പൂൺ, പിന്നെ ഇടത്തരം ഒരു 3 സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 നാരങ്ങ, ചെറിയ നാരങ്ങ, ഇത്തിരി ഉണങ്ങിയിട്ടുണ്ട് നാരങ്ങ, അതുകൊണ്ട് 2 ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 800 ഗ്രാം ചിക്കനാണ്. ചിക്കൻ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഐസ് മാറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ നേരം സോക്കാക്കി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അബൂക്കാസ് എന്ന് പറയുന്ന റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കർ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. കാരണം നമ്മളൊരു 2 ഗ്ലാസ് അരിയും ഒരു 1 kg വരുന്ന ഒരു ചിക്കനും എടുത്തത് കാരണമാണ് 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്, കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചു. കുക്കർ ജസ്റ്റ് ചൂടാകുമ്പോഴത്തേനും അതിനകത്ത് 1 സ്പൂണോ 1.5 സ്പൂൺ നെയ്യ് ചേർക്കുക. അതോടൊപ്പം തന്നെ 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അത് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ അവനവൻ്റെ ഇഷ്ടപ്രകാരം ചേർക്കാവുന്നതാണ്. അതിലേക്ക് സവോള കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. സവോള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പട്ട, ഗ്രാമ്പൂ, വേലേക്ക് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതാണ്. അരി നല്ല വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് വഴറ്റിയെടുക്കേണ്ടതാണ്. തക്കാളി എല്ലാം വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവർക്ക് വേണ്ട പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 ടീസ്പൂണ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് സ്റ്റാർട്ടിങ് ചേർക്കാത്ത എന്നാന്ന് വെച്ചാൽ കുക്കറിന് അടുക്കി പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് വെച്ച് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടി അതിനകത്ത് ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേന് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലകളെല്ലാം നമ്മുടെ എരിവിനും ആവശ്യത്തിനും അനുസരിച്ചാണ് ചേർക്കേണ്ടത്. ചെറുകെ വേകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ചെറുകെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇതാണ്, ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്ക് വെള്ളം എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല. ശേഷം നമ്മൾ ആ അളവ് കപ്പിൽ എടുത്ത് വെച്ചേക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മസാലയെല്ലാം എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മളെ ആവശ്യപ്രകാരം ഉപ്പൊക്കെ ഇടാവുന്നതാണ്. അതിലേക്ക് നാരങ്ങ ചെറുതായിട്ട് പിഴിഞ്ഞൊഴിക്കുക. 1 നാരങ്ങയാണ് ഇപ്പോൾ പിഴിഞ്ഞൊഴിക്കുന്നത്. ഞങ്ങൾ 2 എണ്ണം എടുത്ത് വെച്ചായിരുന്നു, കാരണം ഇത്തിരി ചെറിയ നാരങ്ങയാണ്, ഇത്തിരി ഒരു ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 2 എണ്ണം എടുത്ത് വെച്ചു. പക്ഷെ 1 മതിയായിരുന്നു, നന്നായിട്ട് നീരുള്ളത് കൊണ്ട് 1 ഞങ്ങൾ എടുത്തുള്ളൂ. ഫ്ലേവറിന് വേണ്ടി പുതിനയില ഡ്രൈ ആയിട്ടുള്ളതുണ്ട്, അത് നമ്മൾ ഇത്തിരി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക്.
നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട്, ഒത്തിരി മിക്സിങ് പാടില്ല, കാരണം ചിക്കനൊക്കെ ഇതായി പോവും, പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു തിള വരുമ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടപ്പടച്ച് ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ബിരിയാണിയുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തിളച്ച് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തിളച്ച് കഴിയുമ്പോഴത്തേന് കുക്കറിൻ്റെ അടപ്പടച്ച് ഒരു വിസിൽ വരാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി പുറത്തേക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ ഫുള്ള് പ്രഷർ പോയി കഴിയുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യും. കുക്കറിൻ്റെ അടപ്പൊക്കെ തുറന്നു, നല്ല പാകത്തിന് വെള്ളമൊക്കെ പറ്റി നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലപ്പം ഒത്തിരി ചൂടോടെ കുക്കറിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അടിയിലുള്ള ചോറ് പെട്ടെന്ന് വേവുകയും മേളിലുള്ളത് അധികം ഇതാകാതെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള കുക്കർ ബിരിയാണി റെഡിയാണ്. ഒപ്പം അച്ചാറും സലാഡും പപ്പടവും ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.